ഈ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന വിശുദ്ധമായ ആയത്തിറങ്ങിയ മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, ശഅബാൻ എൻ്റെ മാസമാണ്. പവിത്രതയുള്ള ശഅബാൻ എൻ്റെ മാസം എന്ന് പറയാൻ കാരണം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഇറങ്ങിയ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാരെന്നറിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു. ഏറ്റവും വലിയ പിശുക്കനാരാണെന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ പിശുക്കൻ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന്. എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റത്തവണ, മറത്തൻ വാഹിദ, ഒറ്റത്തവണ സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യൻ്റെ 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ദോഷം പുറത്തു കൊടുക്കും. 10 നന്മകൾ അവൻ്റെ ഏടിലേക്ക് അല്ലാഹു എഴുതി വെച്ച് കൊടുക്കുകയും ചെയ്യും. ഒറ്റ സ്വലാത്ത് കൊണ്ടാണ്, ഒരു സ്വലാത്ത് കൊണ്ട് 10 ദോഷങ്ങൾ പൊറുക്കുകയും 10 നന്മകൾ അവൻ്റെ ഏടിലേക്ക് അല്ലാഹു എഴുതി വെച്ച് കൊടുക്കുകയും, അതുപോലെ തന്നെ ഒരു സ്വലാത്ത് കൊണ്ട് ഒരു 10 പദവികൾ അല്ലാഹു അവനിക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അത്രക്ക് ശ്രേഷ്ഠതയുള്ളൊരു അമലാണ് സ്വലാത്ത് എന്നുള്ളത്. എൻ്റെ പേരിൽ ആരാണോ ഏറ്റവും തോന്നെ സ്വലാത്ത് ചൊല്ലുന്നത് അവരായിരിക്കും നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുക എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം വലിയ അമലാണ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായിട്ടില്ല? സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അമലാണ്. പവിത്രതയുള്ള മഹനീയമായ ഒരു അമലാണ് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലാൻ നിയ്യത്തിൻ്റെ ആവശ്യം ഇല്ല. നിയ്യത്ത് വെക്കണമെന്നില്ല. എല്ലാ അമലുകളും സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായിട്ടും അമലുകൾ നിയ്യത്തുകളെ കൊണ്ട് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നിയ്യത്തില്ലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാത്തിനും നിയ്യത്ത് വേണം. ദിക്റിന് നിയ്യത്ത് വേണം, ഖുർആനോത്തിന് നിയ്യത്ത് വേണം, മറ്റുള്ള നിസ്കാരങ്ങളിലും മറ്റുള്ള ഹജ്ജിനും ഉംറക്കും ഒക്കെ നിയ്യത്ത് വേണം. എന്നാൽ നിയ്യത്തില്ലാത്ത ഒരേ ഒരു അമൽ അത് വിശുദ്ധമായ സ്വലാത്താണ്. സ്വലാത്തിന് നിയ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ സ്വലാത്തിന് ശുദ്ധിയുടെ ആവശ്യവും ഇല്ല. ചെറിയ ശുദ്ധിയുള്ളപ്പോഴും സ്വലാത്ത് ചെല്ലാം, വലിയ ശുദ്ധിയുള്ളപ്പോഴും സ്വലാത്ത് ചെല്ലാം. സ്വലാത്തിന് ശുദ്ധിയുടെ ആവശ്യം പോലുമില്ല. തമാശയിൽ ചെല്ലിയാൽ പോലും കൂലിയുണ്ട്. ശുദ്ധമായ സ്വലാത്ത് തമാശയിലില്ലേ ഉണ്ടല്ലോ, തമാശയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ തമാശ പറയാ, അവരാൾ സ്വലാത്ത് ചൊല്ലി, അതിന് പോലും കൂലിയുണ്ട്. അതുപോലെ തന്നെ സ്വലാത്ത് എന്നുള്ളത് എല്ലാത്തിനും പരിഹാരമാണ്. ഏത് വിഷയങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. എന്തിനും ഇന്നതെന്നില്ല, എന്തിനും. മനസ്സിലായിട്ടില്ലേ? സ്വലാത്ത് എന്തിനും പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ അകലുകാരെയും അല്ലാഹു ചേർത്തി തരട്ടെ. അതിൻ്റെ മാസമാണ് ഈ മാസം ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ മാസം നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലി തീർക്കണം. എത്ര സ്വലാത്ത് ചൊല്ലി തീർക്കും മുത്തുമിനിങ്ങളങ്ങൾ? ഓരോരുത്തർ പറഞ്ഞു, ഇന്നിപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ചുരുങ്ങിയത് ഒരു 500 സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഇല്ലേ, 500 സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മാസം കൊണ്ട് എത്ര സ്വലാത്ത് എല്ലാം പറ്റും? 10 ദിവസം കൊണ്ട് 15,000 സ്വലാത്ത് എല്ലാം പറ്റും. 15,000 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. 15,000-ൽ നിന്ന് നമ്മൾ 10,000 സ്വലാത്ത് ചെല്ലാൻ കഴിയൂലേ? 10,000 സ്വലാത്ത് എത്ര സ്വലാത്ത് ഓരോരുത്തർക്ക് ചെല്ലാൻ പറ്റും? ഒരു മാസം കൊണ്ട്, ഒരു മാസം കൊണ്ടിട്ടാ, ഒരു മാസം കൊണ്ട് 1000 ഒന്നും പറ്റൂല. 1000 ഒന്നും പോരാ. ഒരു മാസം കൊണ്ട് നമുക്കൊരു 10,000 സ്വലാത്ത് ചൊല്ലിക്കൂടെ? 10,000 സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറയും.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10,000 എഴുതിയിട്ടുണ്ട്. 10,000 എഴുതിയിട്ടുണ്ട്. 10,000 എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ചില ആൾ 12,000 എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, 12,000. ചിലർ അള്ളാഹ് 30,000 എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാ, 30,000. അപ്പോൾ ഒരു ദിവസം 1000 ചൊല്ലുമൊക്കെ. മാഷാ അല്ലാ, 30,000 എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. അള്ളാഹ് ഒരാൾ 1,00,000 സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാ, ചെല്ലുന്നവരുണ്ടാവും. അൽഹംദുലില്ലാ, അങ്ങനെ ഓല തൊള്ള നിറച്ച് ഇങ്ങനെ എപ്പോഴും ഏത് സമയത്തിലും സ്വലാത്തിലായി കഴിയുന്നവരുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുപോലെ 70,000 സ്വലാത്ത്, 70,000 സ്വലാത്ത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 30,000, 10,000. ഇൻഷാ അല്ലാ അള്ളാഹു നീ സ്വീകരിക്കണ റബ്ബേ. 15,000. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നമ്മൾ ഷഫി എത്ര 15,000. ഇൻഷാ അല്ലാ. അള്ളാഹു കുഞ്ഞാവ് എത്ര ചെല്ല? എന്നാലും സ്വലാത്തിന് 1,00,000 മേലെ ചെല്ലുക. നല്ലോണം സ്വലാത്തല്ലണം. മാഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബ്ദുറഹ്മാനാജ് എത്ര ചെല്ലും? ഒരു 10,000 ഇവിടുന്ന് ഉറപ്പിക്കല്ലേ? മയമുട്ടിയാക്ക എത്ര? ചീനി ബസാർ മച്ചിങ്ങപ്ര മയമുട്ടിയാക്ക ഒരു 10,000 സ്വലാത്ത്. ഇൻഷാ അല്ലാ. വെറുതെ അങ്ങനെ ഒരു കൗണ്ടർ വാങ്ങിയിട്ട് അങ്ങനെ ചെല്ലിത്തീർത്ത ഒരു ദിവസം ഒരു 300 ചെല്ലിയാൽ തന്നെ അല്ലേ ഒരു മാസം കൊണ്ട് 9,000 ആവില്ലേ? പിന്നെ ഒരു 300 ചില്ലാനും ഒരു ദിവസം ചെല്ലിയാൽ മതി. ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തൗഫീഖ്. ഫിറോസ് എത്രയാണ്? 10,000. മുസ്ഫിർ എത്രയാണ്? 10,000. ആക്കോട് എത്രയാണ്? 10,000. അലിയാക്ക് എത്രയാണ്? 10,000. ഇൻഷാ അല്ലാ എല്ലാവരും 10,000 എങ്കിലും ചൊല്ലി തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകും. ഇൻഷാ അല്ലാ പറയും. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അള്ളാഹു അലിമോനൊക്കെ എത്ര ചെല്ലുക? 10,000. വേളമരം, ഉർക്കടവ്, പൊന്നാട് ഒക്കെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും 10,000 വട്ടം ചൊല്ലി തീർക്കണം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ പറയും. അള്ളാഹു ഇനി തൗഫീഖ് നൽകണേ അല്ലാ. ധാരാളം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാന്നുണ്ട്. അവസാനം നമുക്കൊരു സലാത്തിൻ്റെ അവസാനം ഇൻഷാ അല്ലാ നമുക്കൊരു ഒഴിഞ്ഞ ദിവസം നോക്കിയിട്ട് ഇതിൻ്റെ അവസാനം നമുക്ക് സലാത്ത് ചൊല്ലി നമുക്ക് ദ്വാരക്കണം. ഒരു ദിവസം നമുക്ക് അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഇനി തൗഫീഖ് നൽകണേ റബ്ബേ. നീ തൗഫീഖ് നൽകണേ റബ്ബേ. നീ തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ, ആമീൻ, ആമീൻ. ഇൻഷാ അല്ലാ.